ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ കോഫി മഗ്ഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ ചെറുപയർ ചുണ്ട് തോരനായാലോ? വാഴച്ചുണ്ട് നമുക്ക് പല രീതിയിൽ കറി വയ്ക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ചെറുപയറിൻ്റെ കൂടെയാണ്. നമ്മുടെ തോരന് വേണ്ടി ഞാനിവിടെ ഒരു വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പോളകൾ നമുക്ക് പൊളിച്ച് കളയാട്ടോ. കറി വയ്ക്കുന്നതിന് എപ്പോഴും നല്ലത് നേന്ത്രക്കായയുടെയും പാളയംകോടൻ്റെയും ചുണ്ടുകളാണ്. അല്ലാത്തവയ്ക്ക് ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ കളർ വരുന്നവരെ പൊളിച്ച് മാറ്റണം. എന്നിട്ട് അതിൻ്റെ തണ്ട് മുറിച്ച് കളഞ്ഞ് ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കാം. ഇനി ചെറുപയർ വേവിക്കുന്നതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് 1/2 കപ്പ് കുതിർത്ത ചെറുപയർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത്. അടുത്തതായി തോരൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി കൊത്തി അരിഞ്ഞ ചുണ്ട്, ഇത് 2.5 കപ്പോളം വരും. ചുണ്ട് അരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തിരുമ്മി വെക്കണം, അല്ലെങ്കിൽ കറുത്തു പോകും. അധികമായിട്ട് നാരുകളുണ്ടെങ്കിൽ അതും കൂടി എടുത്തു കളയണം. ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ചിരികിയ തേങ്ങ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, 15 അല്ലി ഇടത്തരം വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് സവോള ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റിന് ശേഷം വാഴച്ചുണ്ടും ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇളക്കിയിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ വാഴച്ചുണ്ട് വേകുന്നിടം വരെ കുക്ക് ചെയ്യണം. ഏകദേശം 10-15 മിനിറ്റ് സമയമെടുക്കും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചുണ്ട് ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.